ഈ പറഞ്ഞ വയനാട് കള്ളാടിയിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് PWD വകുപ്പിന് ഉണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച, വനം വകുപ്പിന് ഉണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച, അതായത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആ പത്രസമ്മേളനത്തിൽ അക്കമിട്ട് നിരത്തുന്ന കാര്യങ്ങളുണ്ട്. ഇത് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ട സമയത്ത് റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ട സ്ഥലത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സംസ്ഥാന സർക്കാർ വൈകിപ്പോയി, അല്ലെങ്കിൽ ജില്ലാ കളക്ടർ വൈകിപ്പോയി. ഇത് ജില്ലാ കളക്ടർ ഉൾപ്പെടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉൾപ്പെടെയുള്ള ഒരു വലിയ ഗുരുതരമായിട്ടുള്ള പിഴവാണ്. ഈ പറഞ്ഞ കള്ളാടിയിലുണ്ടായിട്ടുള്ള ദുരന്തം അത് മനുഷ്യനിർമ്മിതമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു പത്രസമ്മേളനമായിരുന്നു പിണറായി വിജയൻ നടത്തിയത്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. അവരെ നേരത്തെ തന്നെ മാറ്റി പാർപ്പിക്കേണ്ടതായിരുന്നു. അത് മാറ്റി പാർപ്പിക്കുന്നതിൽ പിഴവുകളുണ്ടായി. ഇങ്ങനത്തെ ഒരു ദുരന്തം അവിടെ ഉണ്ടായതിനു ശേഷമാണ് ഗവൺമെൻറ് മെഷീനറി അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായൊരു വീഴ്ചയാണിത്. ഈ വീഴ്ചയെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പോകാൻ സാധിക്കുമോ? നമസ്കാരം. ഇന്നലെ വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായ സ്ഥലത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിക്കുന്നു. രാവിലെ ആയിരുന്നു ആ സന്ദർശനം. അദ്ദേഹം ദുരന്തമുഖം സന്ദർശിക്കുന്നു. അതിനുശേഷം അവിടെയുള്ളവരോട് സംസാരിച്ച് ഇത് ആശുപത്രികളിലൊക്കെ സന്ദർശിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിനുശേഷം സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളെ കാണുന്നു. വയനാട്ടിൽ തന്നെ വെച്ച്, വയനാട് AKG സെൻറ്ററിൽ വെച്ചിട്ട് ഒരു 45 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന സുദീർഘമായൊരു വാർത്താ സമ്മേളനമായിരുന്നു. പക്ഷേ ഈ സംഭവം ഏകദേശം ഉച്ചയ്ക്കൊക്കെ ശേഷമാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒരു വാർത്തയായിട്ടൊക്കെ വന്നത്. അതും ഈ മാധ്യമപ്രവർത്തകരെ കാണുന്ന വാർത്താ സമ്മേളനം കൃത്യമായിട്ടൊന്നും അതിൽ വന്നിട്ടില്ല. മിനിറ്റുകളോ അതിൻ്റെ ചില ബൈറ്റുകൾ മാത്രം വരികയും ബാക്കി വാർത്തയായിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. പൊതുവേ നമ്മൾ ഇങ്ങനെ ഒരു ട്രെൻഡല്ല കാണാറ്. മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ഒക്കെ മാധ്യമങ്ങളെ കാണുന്നത് ലൈവായിട്ട് തന്നെ കാണുന്ന ഒരു രീതി നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നലെ അത് ഉണ്ടായില്ല. അതിപ്പം സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണോ, അതോ മറ്റ് വാർത്തകളുടെ ബാഹുല്യത്തിൽ ഒഴിവാക്കപ്പെട്ടതാണോ, ഇനി അതോ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന് മനഃപൂർവ്വം മാധ്യമങ്ങളിൽ ഒരു സ്പേസ് കിട്ടാതിരുന്നതാണോ? ഇതെൻ്റെ സംശയമാണോ? അതായത് ഈ തോമസ് രാവിലെ എന്നോട് ഈ വിഷയം പറയുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒന്ന് പരിശോധിച്ച് നോക്കി, പല ചാനലുകളിലെടുത്ത് പരിശോധിച്ച് നോക്കി. അപ്പോൾ ഇതിനകത്ത് കൈരളിയുടേതായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും വന്നിട്ടുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താ, ജനങ്ങൾ കേൾക്കേണ്ടേ എന്നൊരു ചോദ്യമാണ്. അതിനുശേഷം താഴെ ഓരോ ചാനലുകളും പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഒരു വാർത്താ സമ്മേളനം പ്രസിദ്ധീകരിച്ച സമയവും പറയുന്നുണ്ട്. ആ സമയം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റ് 0 മിനിറ്റ്, 24 ന്യൂസ് 0 മിനിറ്റ്, റിപ്പോർട്ടർ 0 മിനിറ്റ്, ന്യൂസ് മലയാളം 2 മിനിറ്റ്, മാതൃഭൂമി 6 മിനിറ്റ്, മനോരമ 8 മിനിറ്റ്, മീഡിയ 1 7 മിനിറ്റ്, കൈരളി TV 52 മിനിറ്റ്. പിന്നെ അവർ കാണിക്കാതിരിക്കുന്നില്ല, കാരണം 45 മിനിറ്റ് പത്രസമ്മേളനം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ 52 മിനിറ്റ് കാണിച്ചു. പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ഒരു സന്ദർശനം അതെല്ലാവരും കാണിച്ചിരുന്നു. അത് എല്ലാവരും അവിടെ ഈ പറഞ്ഞ ദുരന്തം നടന്ന കള്ളാടി സന്ദർശിക്കുന്നത് ഉൾപ്പെടെ, അതിനുശേഷം അദ്ദേഹം ഈ ദുരിതബാധിതരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയിരുന്നു. അപ്പോൾ അവിടങ്ങളിലൊക്കെ പോകുന്നതിൻ്റെ കാഴ്ചകളും വിഷ്വൽസും ഒക്കെ എല്ലാ മാധ്യമങ്ങളും കാണിച്ചു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു പത്രസമ്മേളനത്തിൻ്റെ വിഷ്വല് പൊതുജനങ്ങളെ കാണിക്കാതിരുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യത്തിന് പ്രസക്തി വർദ്ധിപ്പിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ വയനാട് കള്ളാടിയിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് PWD വകുപ്പിന് ഉണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച, വനം വകുപ്പിന് ഉണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച, അതായത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആ പത്രസമ്മേളനത്തിൽ അക്കമിട്ട് നിരത്തുന്ന കാര്യങ്ങളുണ്ട്. എല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ പൂർണ്ണമായ നടത്തിപ്പവകാശം ആർക്കാണ്? ഈ തുരങ്കപാതയുടെ പരിപൂർണമായിട്ടുള്ള നടത്തിപ്പവകാശം എന്ന് പറയുന്നത് PWDക്കാണ്. അത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിനാണ്. ഈ പൊതുമരാമത്ത് വകുപ്പ് 25-ാം തീയതി യോഗം കൂടുകയും, അത് ജൂൺ 25-ാം തീയതി യോഗം കൂടുകയും മീനാക്ഷി പാലത്തിന് അടുത്ത് താമസിക്കുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട്, ഈ മണ്ണ് അവിടുന്ന് എടുത്തു മാറ്റേണ്ടതുണ്ട് എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നു. യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കേണ്ട തീരുമാനങ്ങളെ വെച്ചു വൈകിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഇത് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ട സമയത്ത് റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ട സ്ഥലത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സംസ്ഥാന സർക്കാർ വൈകിപ്പോയി, അല്ലെങ്കിൽ ജില്ലാ കളക്ടർ വൈകിപ്പോയി. ഇത് ജില്ലാ കളക്ടർ ഉൾപ്പെടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉൾപ്പെടെയുള്ള ഒരു വലിയ ഗുരുതരമായിട്ടുള്ള പിഴവാണ്. ഈ പിഴവിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വയനാട്ട് AKG ഭവനിൽ വെച്ച് നടത്തിയത്. അതിനെപ്പോഴും പത്രക്കാർ പുറംതിരിഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ
അതിനകത്തൊരു പ്ലാനിങ് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരുപക്ഷെ റിപ്പോർട്ടർ ചാനലൊക്കെ വിട്ടു നിന്നതിൻ്റെ കാരണം, അതല്ലെങ്കിൽ 24 ന്യൂസ് മലയാളം വിട്ടു നിന്നതിൻ്റെ കാര്യം, അല്ലെങ്കിൽ 24 ന്യൂസ് വിട്ടു നിന്നതിൻ്റെ ഒക്കെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് റിപ്പോർട്ടർമാർക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൂടാണ്ട് ലൈവായിട്ട് ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. തുടർന്ന് വന്ന സമയങ്ങളിൽ അവർ തുടർ ചർച്ചകളിലേക്ക് ഈ വാർത്തയെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഏഷ്യാനെറ്റും അതോടൊപ്പം തന്നെ മനോരമ ഇപ്പോൾ 8 മിനിറ്റ് സംപ്രേഷണം ചെയ്തു എന്ന് പറയുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പിന്നീട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ മേൽ ഒരു ചർച്ചയും നടത്താനായിട്ട് വാർത്താ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. അതിന് കാരണം എന്താണ്? പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിട്ട് ഏഷ്യാനെറ്റിൻ്റെ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ഏഷ്യാനെറ്റിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആരുടെ മുഖ്യമന്ത്രിയായിട്ട് മാറി എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഓണർഷിപ്പിലുള്ളൊരു സ്ഥാപനമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഷെയർ ഉള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ എഡിറ്റോറിയൽ പോളിസി എന്തായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. അതുകൂടാണ്ട് തന്നെ അതിനെ തലപ്പത്തിരിക്കുന്ന വിനു വി ജോണിനെ പോലുള്ള ആളുകൾക്ക് പിണറായി വിജയൻ എന്ന വ്യക്തിയോടുള്ള വ്യക്തിവിരോധം എന്താണ് എന്നുള്ളതും നമുക്ക് കൃത്യമായിട്ടറിയാം. അപ്പോൾ ഈ പറഞ്ഞ കള്ളാടിയിലുണ്ടായിട്ടുള്ള ദുരന്തം അത് മനുഷ്യനിർമ്മിതമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു പത്രസമ്മേളനമായിരുന്നു പിണറായി വിജയൻ നടത്തിയത്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ ആക്ഷേപം കേട്ട ഒരു കാര്യമാണ് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അതിനുശേഷം ഈ ഹെലികോപ്റ്റർ പ്രയോജനപ്പെട്ടില്ലേ? 80 ലക്ഷം രൂപ റെൻ്റ് കൊടുത്തിട്ടാണ് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തതെങ്കിലും എത്ര ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്? എയർ ആംബുലൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ടില്ലേ? ഇത് പോലീസാണ് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് എന്നുള്ള സത്യം മറച്ചു വെച്ചുകൊണ്ട് പിണറായിക്ക് വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തു എന്ന് അന്നത്തെ പ്രതിപക്ഷം പ്രചരിപ്പിച്ചില്ലേ? അങ്ങനെയൊക്കെയുള്ളൊരു പൊതുബോധമാണല്ലോ ഈ പിണറായി വിജയനോടുള്ള ഒരു വിരോധം ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഉണ്ടായി വരാനുള്ള കാരണമായിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഇത് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PK ബഷീറിനെ ആദ്യം മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നതാണ് മുസ്ലിം ലീഗ് തന്നെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഊരാളുങ്കലുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഇതിനു മുമ്പ് കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്? മോദിക്ക് അദാനി എന്താണോ അതാണ് പിണറായി വിജയന് ഊരാളുങ്കൽ എന്നല്ലേ പറഞ്ഞത്. അതൊക്കെ തെറ്റായി എന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. PK ബഷീർ കഴിഞ്ഞ ദിവസം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഊരാളുങ്കലിൻ്റെ നിർമ്മിതിയെല്ലാം വളരെ ഗുണനിലവാരമുള്ള നിർമ്മിതിയാണ്, അതുകൊണ്ട് തന്നെ ടെൻഡർ ഇല്ലാതെ തന്നെ അവർക്ക് കരാറുകൾ നൽകാൻ വേണ്ടിയിട്ടുള്ള ആ എഗ്രിമെന്റ് പുതുക്കി നൽകുകയല്ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ആരോപണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PK ബഷീറിനെ മന്ത്രിയാക്കിയിരിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് എന്ന് ഒരു ആരോപണം ഉയർന്നു വന്നു കഴിഞ്ഞാൽ അതിനെ തെറ്റു പറയാൻ വേണ്ടി സാധിക്കുമോ? അതിന് വേണ്ടിയിട്ട് മുൻ മുഖ്യമന്ത്രിയുടെയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം നൽകാതിരുന്നത് കൊണ്ട് അവിടെ വയനാട്ടിലുണ്ടായിട്ടുള്ള വീഴ്ചയെ മറച്ചു വെക്കാൻ വേണ്ടി സാധിക്കുമോ? വരും ദിവസങ്ങളിൽ ഇത് ചർച്ചയാവില്ലേ? അതിനുശേഷം പ്രതിപക്ഷ നേതാവ് ഈ ദുരിതബാധിതരായിട്ടുള്ള ആളുകളെ താമസിപ്പിച്ചിരിക്കുന്ന ആ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഉള്ള ആളുകൾ എന്താണ് പറഞ്ഞത്? 3 ദിവസമായി അവർക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളില്ല, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, അവർക്ക് നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. ഭക്ഷണം എത്തിക്കുന്നുണ്ടാവാം, പക്ഷെ വസ്ത്രങ്ങളില്ല മാറാൻ വേണ്ടിയിട്ട്. ദുരിതബാധിതരാണ് അവരെ നേരത്തെ തന്നെ മാറ്റി പാർപ്പിക്കേണ്ടതായിരുന്നു. അത് മാറ്റി പാർപ്പിക്കുന്നതിൽ പിഴവുകളുണ്ടായി. ഇങ്ങനത്തെ ഒരു ദുരന്തം അവിടെ ഉണ്ടായതിനു ശേഷമാണ് ഗവൺമെൻറ് മെഷീനറി അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായൊരു വീഴ്ചയാണിത്. ഈ വീഴ്ചയെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പോകാൻ സാധിക്കുമോ? ഈ വീഴ്ചയെ അഡ്രസ്സ് ചെയ്തൊരു പത്രസമ്മേളനത്തെ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ മറച്ചു വെച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഈ ആദ്യത്തെ ദിവസത്തിനപ്പുറം PK ബഷീറിൻ്റെതായിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് പ്രത്യേകിച്ച് പരാമർശങ്ങളൊന്നും വന്നതായിട്ട് കണ്ടില്ല. അല്ല, ഇതവിടെ മണ്ണ് കൂട്ടിയിട്ടിരുന്നത് കാരണം ജൂൺ 25-ാം തീയതി കൂടിയ യോഗം, ജില്ലാതല യോഗത്തിൽ കൃത്യമായിട്ട് തന്നെ ഈ പറയുന്ന മീനാക്ഷി പാലത്തിനടുത്തുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്നും അതിതീവ്ര മഴ ഉണ്ടാകുന്ന സമയത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ മണ്ണ് മാറ്റിക്കളയണമെന്നും ഒക്കെയുള്ള തീരുമാനം എടുത്തിരുന്നതാണ്. ആ തീരുമാനം നടപ്പിലാക്കുന്നതിൽ ജില്ലാ കളക്ടറും വകുപ്പും പരാജയപ്പെട്ടു. ഇതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കാതെ ഇത് ആ ഒരു പദ്ധതിയുടെ പ്രശ്നമാണ്, സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ് വയനാട് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒളിച്ചോടാൻ വേണ്ടി സാധിക്കുമോ? ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൻ്റെ അവസാനം പറയുന്നുണ്ടല്ലോ, എന്താ പറയുന്നത്? അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം മറന്നുപോയോ? അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാനല്ലേ പറ്റൂ, പറഞ്ഞ ആളുകൾ ഇത് ചെയ്യാതിരുന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം അങ്ങയോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കുമെന്നറിയാമോ? താങ്കൾ എന്തിനാണ് പിന്നെ ആ കസേരയിൽ ഇരിക്കുന്നത് എന്നുള്ളതായിരിക്കാം. അതിനർത്ഥം താങ്കളെ ഭയമില്ലെന്നല്ലേ? താങ്കൾക്ക് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ?
അപ്പോൾ ഇവിടുത്തെ ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പം ആ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് ഇവരെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ, കേരളം ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ? അപ്പോൾ അങ്ങനെ നടത്തിയൊരു പത്രസമ്മേളനത്തിന് മാധ്യമ വിലക്ക് ആണ് ഏർപ്പെടുത്തിയിരുന്നത് എന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള രീതിയല്ല. അതല്ലെങ്കിൽ അവിടെ പോയിരുന്ന റിപ്പോർട്ടർമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായതാണ് എന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. ഏതെങ്കിലും തുടർന്നുള്ള വാർത്താ സമ്മേളനങ്ങളെ കുറിച്ച് എന്തുകൊണ്ടാണ് മലയാള മനോരമയും മാതൃഭൂമിയും ഒന്നും ചർച്ച ചെയ്യാതിരുന്നത്? വെളുപ്പിച്ചോട്ടെ, പക്ഷെ മനുഷ്യജീവനുകൾക്ക് വിലയില്ലേ? അവിടെ പൊലിഞ്ഞ മനുഷ്യജീവനുകൾക്ക് വിലയില്ലേ? ഗുരുതരമായ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് PWDയുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയെ തുടർന്നിട്ടാണ് അവിടെ ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ആ ദുരന്തത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനത്തെ പൊതുസമൂഹത്തിൽ നിന്നും മായ്ച്ചു കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം, അതൊരു കാരണവശാലും നമുക്ക് വെച്ചുപൊറിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് ചർച്ചയായിട്ട് തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. അത് വീണ്ടും കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം.